നമസ്കാരം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ഡോക്ടർ ടി.എൻ. സരസു കൂടി എത്തിയതോടെ യു.ഡി.എഫ്, എൽ.ഡി.എഫ്, എൻ.ഡി.എ മുന്നണികൾ പ്രചാരണം ശക്തമാക്കി. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ. സംസ്ഥാനത്തെ മന്ത്രി തന്നെ നേരിട്ട് മത്സരിക്കുന്ന ഏക മണ്ഡലവുമാണിത്. എൽ.ഡി.എഫിനായി മന്ത്രി കെ രാധാകൃഷ്ണൻ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തവണത്തെ ചരിത്ര വിജയം ഒരിക്കൽ കൂടി രമ്യ ഹരിദാസിലൂടെ ആസ്വദിക്കാമെന്ന പ്രതീക്ഷയിലാണ് യു.ഡി.എഫ്. മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നത് എന്ന് നോക്കാം. മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. രാധാകൃഷ്ണൻ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം കുറച്ചാലും രമ്യ ഹരിദാസ് സീറ്റ് നിലനിർത്തുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇതിനു മുമ്പ് 10 വർഷം തുടർച്ചയായിട്ടുണ്ടായിരുന്ന MP മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്നും എന്നാൽ രമ്യ 5 കൊല്ലം ഇവിടെ നിറഞ്ഞു നിന്നിട്ടുണ്ട് എന്നുമാണ് വോട്ടർമാർ പറയുന്നത്. എതിർ സ്ഥാനാർത്ഥിയായി മന്ത്രി രാധാകൃഷ്ണനെ നിർത്തിയത് പിണറായി വിജയന്റെ തന്ത്രപരമായ ഐഡിയ ആണ്. ജയിച്ച് MP ആയി കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന നിലയിൽ അയാളുടെ സാധ്യത ഒഴിവായി കിട്ടി. തോറ്റു കഴിഞ്ഞാൽ ജനപിന്തുണയില്ലാത്ത നേതാവാണെന്ന് വരുത്തി തീർക്കാൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാം. അതിനുള്ള കളി കളിക്കുകയാണ്. ജനങ്ങൾ വിലയിരുത്തും എന്താണെന്നുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. രമ്യ ഹരിദാസ് ഉറപ്പായും ജയിക്കുമെന്നാണ് ഒരു വനിതാ വോട്ടറുടെയും അഭിപ്രായം. ആലത്തൂർ മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പാണ്. മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും തിരിച്ചു പിടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കില്ല എന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. 2 വർഷത്തോളം കോവിഡ് കാരണം ഫണ്ടൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള സമയത്തെല്ലാം ആവുന്ന തരത്തിൽ രമ്യ ചെയ്തിട്ടുണ്ട്. മികച്ച ജനപ്രതിനിധിയായിരുന്നു. വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് രമ്യ ഹരിദാസിനെ കുറിച്ച് ഇവർ പറയുന്നത്. രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു വോട്ടർ പറയുന്നത്. ആലത്തൂരിൽ UDF തന്നെ ജയിക്കും. കാരണം കേരളത്തിലെ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ അറിവുള്ളവർ ചെയ്യുന്നുണ്ട്. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിർധനരായ ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. അവർക്ക് 8-10 മാസം പെൻഷൻ ബാലൻസ് വെക്കുക എന്ന് പറഞ്ഞാൽ അത് താങ്ങാൻ പറ്റില്ല. ഇപ്പോഴത്തെ വില വർധനവ്, വീട് നികുതി, ഇതൊന്നും സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റില്ല. ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 6-7 കൊല്ലം മുമ്പുള്ള ശാന്തമായ ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാധാകൃഷ്ണൻ ശക്തനാണെന്ന് വെച്ച് സാധാരണക്കാർക്ക് അനുകൂലമല്ല. 20-ൽ 20 UDF ജയിക്കും. പിണറായി വിജയൻ ശക്തനായിരുന്നു നേരത്തെ. പക്ഷേ രണ്ടാമത്തെ ടേമിൽ അദ്ദേഹം മോശമായി. അദ്ദേഹത്തെ മോശമാക്കുകയാണ് പിന്നിൽ നിൽക്കുന്ന ആളുകൾ. ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. രമ്യ ഹരിദാസിന് കാര്യങ്ങൾ പറയാനും നേടിയെടുക്കാനുമുള്ള കഴിവുണ്ട് എന്നും മന്ത്രിയെ പിടിച്ച് MP സ്ഥാനത്തിന് വേണ്ടി മത്സരിപ്പിക്കേണ്ട ഗതികേടിലാണ് CPM എന്നുമാണ് മറ്റൊരു വോട്ടർ പറയുന്നത്. അതേസമയം രാധാകൃഷ്ണനാണ് ജയസാധ്യത എന്നാണ് മറ്റൊരു വോട്ടർ പറയുന്നത്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് ജയിച്ചതാണെങ്കിലും ഇപ്പോൾ രാധാകൃഷ്ണനാണ് സാധ്യത കാണുന്നത്. രമ്യ ഹരിദാസിന്റെ പ്രവർത്തനമൊന്നും കുഴപ്പമില്ല. BJPക്കൊട്ടും സാധ്യതയില്ലാത്ത മണ്ഡലമാണ് ആലത്തൂർ. ഇവിടെ LDFും UDFുമാണ് മത്സരം. രാധാകൃഷ്ണൻ ജയിക്കുകയാണെങ്കിലും ഭൂരിപക്ഷം കുറവായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിനാണ് സാധ്യത കൂടുതലെന്നും അത് UDFിനേക്കാൾ നന്നായി അറിയാവുന്നത് LDFിനാണെന്നുമാണ് മറ്റൊരാൾ പറയുന്നത്. നന്ദി.